കൊച്ചി BOT പാലത്തിൽ നിന്ന് കായലിൽ കാണാതായ യുവാവിനു വേണ്ടി നേവിയുടെ തിരച്ചിൽ നടക്കുകയാണ്. ഹെലികോപ്റ്ററിലാണ് തെരച്ചിൽ നടക്കുന്നത്. ഇന്നലെ ഉച്ചയോടെയാണ് തങ്ങൾനഗർ സ്വദേശി സഫ്രാൻ കായലിൽ ചാടിയത്. സൈഫുനിസ അലിയാർ കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഗുഡ് മോർണിംഗ് സൈഫുനിസ അലിയാർ. ഇപ്പോൾ തെരച്ചിൽ തുടങ്ങി കുറച്ച് സമയമായിരിക്കുകയാണ്. ഏതൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ നേവിയുടെ തെരച്ചിൽ? സുജയ പാർവതി, ഇന്ന് രാവിലെ മുതൽ സജീവമായ തെരച്ചിൽ നടക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 3:15 കൂടി കായലിൽ ചാടിയ സഫ്രാനു വേണ്ടി ഇന്നലെ വൈകിട്ട് തന്നെ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും കോസ്റ്റ് ഗാർഡിൻ്റെയും നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തിയിരുന്നു. രാത്രിയായപ്പോൾ തെരച്ചിൽ നിർത്തിവെച്ചു. ഇന്ന് രാവിലെ വീണ്ടും തെരച്ചിൽ പുനരാരംഭിച്ചു. ഇന്ന് നേവിയുടെ കൂടെ പങ്കാളിത്തത്തോടു കൂടിയാണ് തെരച്ചിൽ നടക്കുന്നത്. രാവിലെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള ഒരു പ്രാഥമിക തെരച്ചിലിന് ശേഷം ഹെലികോപ്റ്റർ മടങ്ങിപ്പോയി. പിന്നീട് സ്കൂബ ടീം നേവിയുടെ എത്തി. അവരുടെ വിദഗ്ധമായ ഒരു മുങ്ങൽ വിദഗ്ധരുടെ സംഘം എത്തിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഏകദേശം ഒരു 3 മണിക്കൂറോളമായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ ഇവർ കുറച്ചുകൂടി താഴെ ഭാഗത്തേക്കാണ് തെരച്ചിൽ നടത്തുന്നത്. ഈ പാലത്തിന് അക്കരെ മറ്റൊരു പാലം കാണാം. ആ പാലത്തിൻ്റെ ആ ഭാഗമായിട്ടാണ് തെരച്ചിൽ നടക്കുന്നത്. കാരണം ഇന്നലെ ഈ ഒഴുക്കിൽപ്പെട്ടൊരു സമയം വൈകിട്ടുള്ള സമയമാണ്. ആ സമയത്ത് നല്ല അടിയൊഴുക്കുണ്ടായിരുന്നു. ഇന്നലെ രാത്രി തന്നെ വൈകിട്ട് തന്നെ തെരച്ചിൽ നടത്തിയ സംഘത്തിനും താഴെ ഒന്നും കാണാൻ കഴിയുന്ന ഒരു സ്ഥിതിയായിരുന്നില്ല. സീറോ വിസിബിലിറ്റി ആയിരുന്നു. ഇന്നിപ്പോൾ രാവിലെ മുങ്ങൽ വിദഗ്ധരെത്തി തെരച്ചിൽ നടത്തിയെങ്കിലും അവരും പറയുന്നത് സീറോ വിസിബിലിറ്റിയാണ്. ശക്തമായ അടിയൊഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ സഫ്രാൻ്റെ കുറച്ചങ്ങ് ഒഴുക്കിപ്പോയിട്ടുണ്ടാകും സഫ്രാൻ എന്നാണ് ഇവരുടെ ഒരു നിഗമനം. ഇന്നലെ ഈ വൈകിട്ട് 3:15 കൂടിയാണ് സഫ്രാൻ ഈ BOT പാലത്തിൻ്റെ ഏകദേശം ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തു നിന്നാണ് താഴേക്ക് ചാടുന്നത്. ആദ്യം ഈ പാലത്തിൽ നിന്ന് മുകളിലേക്ക് കയറി ഇവിടെ ഒരു കൈവരിയുണ്ട്. ഈ കൈവരിയുടെ താഴെ മറ്റൊരു ബീം ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ബീമിലൂടെ കുറച്ചധികം ഓടിയ ശേഷമാണ് സഫ്രാൻ താഴേക്ക് ചാടുന്നത്. കാരണം ഈ അപകടത്തിൽ പെടുന്നതിന് മുൻപ് തന്നെ താൻ മരിക്കാൻ പോവുകയാണ് എന്ന തരത്തിലൊരു വീഡിയോ സന്ദേശം സഫ്രാൻ സുഹൃത്തുക്കൾക്ക് അയച്ചിരുന്നു. ഈ വിവരം അറിഞ്ഞ് ഈ BOT പാലത്തിൽ നിന്ന് താൻ ചാടാൻ പോകുന്നു എന്ന് സുഹൃത്തുക്കൾക്ക് വീഡിയോ സന്ദേശം അയക്കുകയും ഈ വീഡിയോ സന്ദേശം കിട്ടിയ ഉടൻ തന്നെ സുഹൃത്തുക്കൾ ഈ BOT പാലത്തിൻ്റെ അടുത്തെത്തുകയും ചെയ്തു. ഇവർ സഫ്രാനെ കാണുകയും ചെയ്തിരുന്നു. അതായത് ഏകദേശം ഞാൻ നിൽക്കുന്ന ഭാഗത്താണ് സഫ്രാൻ ഉണ്ടായിരുന്നത്. അതിന് കുറച്ച് അകലെ, അതായത് ഈ പാലം തുടങ്ങുന്ന ഭാഗത്തായി ഈ സുഹൃത്തുക്കൾ വരികയും സഫ്രാനെ വിളിക്കുകയും ചെയ്തു ചാടരുത് എന്ന്. പക്ഷേ ഇവരെ കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു സഫ്രാൻ പെട്ടെന്ന് തന്നെ ഈ പാലത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് ഓടി അതിനുശേഷം പുഴയിലേക്ക് ഈ കായലിലേക്ക് ചാടുകയായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ അടുത്തുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ശനിയാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ വലകളെല്ലാം ഞായറാഴ്ച ആയതിനാൽ വൈകിട്ടായപ്പോഴേക്കും വലകളെല്ലാം കെട്ടി അടുക്കി വെച്ചിരുന്നു. അതുകൊണ്ട് അത് അഴിക്കാനുള്ളൊരു സമയമെടുത്തു. അവർ അഴിച്ചു. പക്ഷേ വള്ളം കൊണ്ടുള്ള തെരച്ചിൽ പ്രാഥമികമായി നടത്തിയെങ്കിൽ പോലും സഫ്രാനെ കണ്ടെത്താനായില്ല. ഈ അടിയൊഴുക്കുള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം ഒഴുകി പോയിട്ടുണ്ടാകും എന്നുള്ളതാണ് നിഗമനം. എന്തായാലും ഉച്ചയോടുകൂടി കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് നേവി ടീമും നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഈ ഓട്ടോ ഡ്രൈവറായ ഒരു ബെന്നിച്ചേട്ടനാണ് ഇന്നലെ ഈ സഫ്രാൻ ഇവിടേക്ക് ചാടുന്നത് ആദ്യം കണ്ടത്. ചേട്ടാ, ഇന്നലെ എത്ര മണിയോട് കൂടിയായിരുന്നു ഇത് കണ്ടത്? അതെ, കുറച്ചു നേരം കഴിഞ്ഞിട്ട് പറയാം. കാരണം ഇതിൽ ഇവരെ ഇത്തിരി ഫീലിംഗ് ആയിട്ടൊക്കെയാണ്. അപ്പം ഇവർ ഇറങ്ങിയിട്ട് പറയാം. ഈ തെരച്ചിൽ കഴിഞ്ഞിട്ട് പറയാമെന്നാണ് പറയുന്നത്. എന്തായാലും ഇന്നലെ ഒരു 3:15 കൂടി ചേട്ടൻ ഇതിലൂടെ ഓട്ടോയിൽ വരുമ്പോഴായിരുന്നു ഈ സഫ്രാൻ ഇവിടുന്ന് ചാടുന്നത് കാണുന്നത്. കുറച്ച് ഓട്ടോ അങ്ങോട്ട് മുന്നോട്ട് പോയ ശേഷമാണ് സുഹൃത്തുക്കൾ അവിടെ നിന്ന് ഓടുന്നത് കണ്ടിട്ടാണ് ഈ സംഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഇത് ചാടുന്നത് കാണുന്നത്. എന്തായാലും വെനിച്ചേട്ടന് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് വിശദമായി പറയാം. ശരി സൈഫുനിസ.